Hello, good morning everyone. Welcome to ATA 24/7 classes. നമുക്ക് KAS ൻ്റെ മോക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇന്നും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണുള്ളത്. ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിൽ ഗ്യാരണ്ടി ചെയ്യുന്നത്. അത് മാത്രം നോക്കിയാൽ മതി, എക്സാമിന് വേറൊരു ടോപ്പിക് വേണ്ട. ഇപ്പം ഇന്നും കൂടെ ആകുമ്പോൾ ഒരു 35 അടുപ്പിച്ചാവും. ഇനി ഒരു മിനിമം 50 ആണ്. Consider the following. 1. The basic principle of parliamentary form of government is the principle of collective responsibility. The principle of collective responsibility represents legislative accountability to the executive. 3. An alternative before a minister who is not prepared to support and define the decision of the cabinet is to resign. Choose the correct answer using the codes given below. A 1 and 3 only, B 1 and 2 only, C 2 and 3 only, D 1, 2 and 3. ഏതാണ് ശരിയായ ആൻസർ? ഫസ്റ്റ് പറയുന്നത് ഇതാണ്, ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ്, കൂട്ടുത്തരവാദിത്വം എന്നാണ് പറയുന്നത്. അടുത്ത സെക്കൻഡ് പറയുന്നത് പ്രിൻസിപ്പിൾ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നത് ലെജിസ്ലേച്ചറിൻ്റെ എക്സിക്യൂട്ടീവിനോട്ടുള്ളൊരു അക്കൗണ്ടബിലിറ്റിയാണ്. ലെജിസ്ലേച്ചർ എപ്പോഴും എക്സിക്യൂട്ടീവിന് അക്കൗണ്ടബിൾ ആയിരിക്കണം. ലെജിസ്ലേച്ചർ ചെയ്യുന്ന പോളിസീസൊക്കെയും എക്സിക്യൂട്ടീവിനെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റിയാണ് കാണിക്കുന്നത്. 3. An alternative before a minister മുമ്പിൽ മറ്റൊരു വഴി എന്ന് പറയുന്നത് ഹു ഈസ് നോട്ട് പ്രിപ്പയർഡ് ടു സപ്പോർട്ട് ആൻഡ് ഡിഫൈൻ ദ ഡിസിഷൻ ഓഫ് ദ ക്യാബിനറ്റ്. ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുവാനോ അതിന് പിന്തുണ കൊടുക്കാനോ ഒരു മന്ത്രിക്ക് കഴിയുന്നില്ലെങ്കിൽ ആ മന്ത്രി രാജിവെക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് പറയൂ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് ശരിയായ ആൻസർ എന്ന് പറയുക. ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ശരിയായ ആൻസർ ഏതാണ്? കണ്ടെത്തുക. ഏതാണ്? So first says that the basic principle of parliamentary form of government. What is a basic principle? It first statement says that it is a collective responsibility. That is the basic principle dealing with the parliamentary form of government. Then second says that this collective responsibility, it represents legislature, the accountability of legislature to the executive. The third statement says that an alternative before the government, that is whenever a government is not in favor of the cabinet decision or not supporting the cabinet decision, only one alternative available before the minister, that he can resign. Yes, he can resign. So choose a correct answer. ഇത് ശരിയായ ഏതാണ്? ഇല്ല, ഇതിൽ തെറ്റുണ്ടോ, ഇതെല്ലാം ശരിയാണോ, തെറ്റുണ്ടോ എന്നുള്ളത് പറയുക. ഏതാണ്? വേഗം ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ. ഏതാണ് വരുന്നത്? Which of the following is or are correct? Let's choose the correct answer using the codes given below. ഏതാണ്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. എ 1 and 3 only ആണ് ഇതിൻ്റെ ഒരു ആൻസർ വരുന്നത്. 1 and 3 മാത്രമേ ഉള്ളൂ. ഇത് തെറ്റാണ്. കാരണം ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവിനോട് അക്കൗണ്ടബിൾ അല്ല. ദ ലെജിസ്ലേച്ചർ ഈസ് നോട്ട് അക്കൗണ്ടബിൾ ടു ദി executive. Instead, the executive is accountable to the legislature for its policies. കാരണം ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് ആ പറയുന്ന ലോക്സഭയാണ്. ഈ ലോക്സഭയിൽ ഭൂരിപക്ഷം വരുന്ന എം പിമാരുടെ പാർട്ടിയോ മുന്നണിയോ കോയിലീഷനാണ് പ്രൈം മിനിസ്റ്ററെയും മിനിസ്റ്റേഴ്സിനെയും വന്നത് അവരുടെ ഇടയിൽ നിന്നാണ്. അവിടെ നിന്നാണ് പ്രൈം മിനിസ്റ്റർ വരുന്നത്, അവരുടെ ഇടയിൽ നിന്നാണ് മിനിസ്റ്റേഴ്സ് വന്നത്. സ്വാഭാവികമായിട്ടും ഈ ലോക്സഭയിൽ നിന്ന് ഉള്ള എം പിമാരുടെ ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിലാണ് ഒരു പ്രധാനമന്ത്രിയും ഈ മന്ത്രിമാരും അധികാരത്തിൽ ഗവൺമെൻറ് എക്സിക്യൂട്ടീവായിട്ട് തുടരുന്നത്. അപ്പോൾ ഈ പിന്തുണ പോയാൽ ഈ മന്ത്രിസഭയിലും പ്രധാനമന്ത്രി വിശ്വാസമില്ലെങ്കിൽ ഈ മെജോറിറ്റി എം പിമാർ പിന്തുണ പിൻവലിച്ച് കളയും. അവിടെ പിന്തുണ പോവും. അങ്ങനൊരു പ്രശ്നം അവിടെ ഉണ്ട് അല്ലേ? അതുകൊണ്ട് എപ്പോഴും എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറിന് അക്കൗണ്ടബിൾ ആണ്. എപ്പോഴും ദ എക്സിക്യൂട്ടീവ് ഈസ് ഓൾവേസ് അക്കൗണ്ടബിൾ ടു ദ ലെജിസ്ലേച്ചർ ആണ് എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് കോൺസെപ്റ്റാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പഠിക്കണമെങ്കിൽ ATA 24/7 ബാച്ചിന് ജോയിൻ ചെയ്യുക. KAS ബാച്ച് വിളിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഫീ ആണ് വാങ്ങുന്നത്. Y617 എന്ന കോഡ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. സെക്കൻഡ്, കൺസിഡർ ദ ഫോളോയിങ്. The collective responsibility is enforced through the principle that no person shall be nominated to the cabinet except on the advice of the president. അതായത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നത് എന്താണ്? ക്യാബിനറ്റ് ആര് വന്നാലും പ്രസിഡന്റ് ഒന്ന് അഡ്വൈസ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവൂ. 2.
No person shall be retained as a member of the cabinet if the Prime Minister says that he should be dismissed. Prime Minister പറയാണ് ഡിസ്മിസ് ചെയ്യുക, പിന്നെ ആ വ്യക്തി ക്യാബിനറ്റ് വെച്ചുകൊണ്ടിരിക്കത്തില്ല. 3. If the minister has taken action with the approval of the cabinet, the principle of collective responsibility is applicable. ഒരു മിനിസ്റ്റർ ഒരു കാര്യം ചെയ്യുവാണ്, ക്യാബിനറ്റിൻ്റെ അപ്രൂവലോട് ചെയ്യുവാണെങ്കിൽ എന്താണ്? കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അത് ആപ്ലിക്കബിൾ ആണ്. ഏതാണ്? ചൂസ് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ്സ് ഗിവൻ ബിലോ. A 1 and 3 only, B 1 and 2 only, C 2 and 3 only, D 1, 2 and 3. ഏതാണ് ശരിയായത്? ഫസ്റ്റ് പറയുന്നു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അല്ലേ. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാണ്? It is enforced through the principle that no person shall be nominated to the cabinet except on the recommendation of the president. Only when the president is advised someone to be appointed or to be part of the cabinet, then it shows the collective responsibility. The second says that no person shall be retained as a member of cabinet if the prime minister says that he should be dismissed. If the prime minister is of the opinion that this cabinet member is not following the cabinet decisions, then he should be, or the prime minister is of the opinion, in the opinion of the prime minister, that this person is not fit for the post as a cabinet minister, then he should be dismissed. 3. If the minister has taken action with the approval of the cabinet, the principle of collective responsibility is applicable. ഒരു മിനിസ്റ്റർ ഒരു പ്രവൃത്തി ചെയ്യുകയാണ് ക്യാബിനറ്റിൻ്റെ അപ്രൂവലോടുകൂടി, അങ്ങനെയാണെങ്കിൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആപ്ലിക്കബിൾ ആണ്. ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഇത് വളരെ സിമ്പിളാണ്, ബേസിക് ആണ്. നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാം, KAS എക്സാം ഒക്കെയും വളരെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അല്ലേ, എക്സാമിന് വേണം. ഇത് വളരെ ബേസിക് ആണ്. ബേസിക് കോൺസെപ്റ്റ് അറിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ടഫൊന്നുമല്ല, വളരെ സിമ്പിളാണ്. ബേസിക് അറിയാം. ഒരു പാർലമെൻറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഒരു മന്ത്രിസഭ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഈ രണ്ട് കാര്യം മാത്രം അറിഞ്ഞാൽ മതി ഇത് ക്ലിയർ ചെയ്യാനായിട്ട്. കൂടുതലൊന്നും അറിയരുത് അല്ലേ. അത് രണ്ടേ ഉള്ളൂ, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ Y617 എന്ന കോഡ് യൂസ് ചെയ്ത് അറ്റാ 24/7 ക്ലാസ്സിന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്കാൻ കഴിയും. ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്, 2 and 3 ഓൺലി. കാരണം പ്രസിഡൻ്റ് അഡ്വൈസോടുകൂടി അല്ല നടക്കുന്നത്, ഇറ്റ് ഈസ് പ്രൈം മിനിസ്റ്ററാണ്. പ്രസിഡൻ്റ് അഡ്വൈസ് അല്ല, പ്രൈം മിനിസ്റ്റർ അഡ്വൈസ് ആണ് വേണ്ടത്. അപ്പോയിൻ്റ് ചെയ്യണോ വേണോ എന്നൊക്കെ പുള്ളി തീരുമാനിക്കും. 3. Which of the following is not a basic element of collective responsibility? Collective responsibilityയുടെ ബേസിക് എലമെൻ്റ് അല്ലാത്ത മിനിസ്റ്റേഴ്സ് ക്യാൻ വോട്ട് അഗെയിൻസ്റ്റ് ഗവൺമെൻറ് പോളിസി. ഗവൺമെൻറ് പോളിസിക്ക് യോജിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാം. മിനിസ്റ്റേഴ്സ് മസ്റ്റ് നോട്ട് സ്പീക്ക് അഗെയിൻസ്റ്റ് ഗവൺമെൻറ് പോളിസി. എന്നാൽ സംസാരിക്കാൻ പാടില്ല, ഗവൺമെൻറ് പോളിസിക്ക് എതിരെ സംസാരിക്കാൻ പാടില്ല. സി. ഓൾ ഡിസിഷൻസ് ആർ ഡിസിഷൻസ് ഓഫ് ദ ഹോൾ ഗവൺമെൻറ് അല്ലേ. തീരുമാനങ്ങൾ എല്ലാം എന്താണ്? ആ ഗവൺമെൻറ് തീരുമാനമായിരിക്കും. അത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ഒരു ഗവൺമെൻറ് തീരുമാനം അത് കളക്റ്റീവായിട്ട് എടുത്തതായിരിക്കും. എ ഫോമർ മിനിസ്റ്റർ കനോട്ട് റിവീൽ ക്യാബിനറ്റ് സീക്രട്ട്. ഒരു മുൻ മന്ത്രിക്ക്, ഒരു ക്യാബിനറ്റ് മെമ്പറിന് ഒരിക്കൽ പോലും അവരുടെ സീക്രട്ട്, ക്യാബിനറ്റ് സീക്രട്ട് ഒന്നും പുറത്ത് പറയാൻ പാടില്ല, വെളിയിൽ പറയാൻ പാടില്ല. ഇതെല്ലാം കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയെ കാണിക്കുന്നു എന്നതാണ്. ഏതാണ്? So the following is not a basic element of collective responsibility, whether it is A, B, C or D. ഏതാണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പൊളിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി ലെവലും 10th +2 ലെവലിലൊക്കെ ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് കാണിക്കുന്നത് ഏതാണ്, എവിടെയാണ്? പറയൂ, വേഗം പറയൂ. ഏതാണ്? ലെറ്റ്സ് ലേൺ ആൻസർ പറഞ്ഞു, ബി ആണെന്ന് പറഞ്ഞു. ഓക്കെ, ശരി. ഇതിൽ ഒരു ബേസിക് എലമെൻറ്റ്, നോട്ട് എ ബേസിക് എലമെൻറ്റ്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ബേസിക് എലമെൻ്റ് അല്ലാത്ത ഏതാണ്? ഇതാണ്, എ ആണ്. വോട്ട് ചെയ്യാനും ഒന്നും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് എന്ത് ചെയ്യണം? ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. പറയുന്നത് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ, അനുസരിക്കണം. മറ്റൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത 4th one. Consider the following. Cabinet ministers are led by Prime Minister. Second, since a PM and cabinet ministers are the members of parliament, so their tenure of work, qualification and disqualifications are the same.
ഏതാണ്? ചൂസ് എ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ്സ് ഗിവൻ ബിലോ. എ 1 only, ബി 2 only, സി ബോത്ത് 1 and 2, ഡി നീദർ 1 നോട്ട് 2. ഏതാണ്? ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ നയിക്കുന്നത് പ്രൈം മിനിസ്റ്ററാന്ന് പറയും. പ്രൈം മിനിസ്റ്ററും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എല്ലാം പാർലമെൻറ്റ് മെമ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജോലി ബന്ധപ്പെട്ടും ക്വാളിഫിക്കേഷൻ ഡിസ്ക്വാളിഫിക്കേഷൻ ഒക്കെ സെയിം ആണെന്നാണ് പറയുന്നത്. ഒരു പ്രൈം മിനിസ്റ്റർ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് വരുന്നത്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ വരുന്നത്? വേഗം പറയും. ഇതിൻ്റെ ആൻസർ സി ആണ്. രണ്ടും ശരി തന്നെയാണ്. പ്രൈം മിനിസ്റ്ററും മിനിസ്റ്റേഴ്സ് സെപ്പറേറ്റ് ഒന്നുമില്ല, ഇവരെല്ലാം മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് തന്നെയാണ്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ പ്രൈം മിനിസ്റ്ററാണ് നയിക്കുന്നത്. 5th one, the cabinet ministers have the powers to sit in both house of parliament. ക്യാബിനറ്റ് മിനിസ്റ്ററിന് പാർലമെൻറ്റ് 2 ഹൗസുകളിൽ ഇരിക്കാനുള്ള അധികാരം ഉണ്ട് എന്നാണ് പറയുന്നത്. അല്ലേ? അപ്പോൾ ക്യാബിനറ്റ് മിനിസ്റ്റർക്ക് ഇരിക്കാൻ പറ്റും. Second, the 42nd and 44th Constitutional Amendment Acts have made the advice of Council of Ministers binding on the President. President, Council of Ministers പറയുന്നത് കേൾക്കണം. 3, in his oath of secrecy, the minister swears that he will not directly or indirectly communicate or reveal to any person any matter that is brought unto his consideration or becomes known to him as a union minister, except as may be required for the ഡ്യൂ ഡിസ്ചാർജ് ഓഫ് ഹിസ് ഡ്യൂട്ടീസ് ആസ് സച്ച് മിനിസ്റ്റർ. അല്ലേ? ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാമല്ലേ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വെളിയിൽ പറഞ്ഞത് നടക്കില്ല എന്നവരുടെ ഓത്ത് ഓഫ് സീക്രസിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നു. മിനിസ്റ്റർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഏതാണ്? ചൂസ് എ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ്സ് ഗിവൻ ബിലോ. എ 1 and 3 only, ബി 1 and 2 only, സി 2 and 3 only, ഡി 1, 2 and 3. ഏതാണ്? ഏതാണ്? വേഗം പറയും. ആൻസർ വരട്ടെ. ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ആൻസർ വരുന്നത്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? വെദർ ഇറ്റ് ഈസ് എ, ബി, സി, ഡി. ഏതാണ്? ആൻസർ ഡി ആണ് വരുന്നത്. ഇതെല്ലാം ശരി തന്നെയാണ്. സോ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. അപ്പം മറക്കരുത്, Y617 എന്ന കോഡ് യൂസ് ചെയ്യുക. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കുവാനൊക്കെയും നമുക്ക് അറ്റാറ്റ് 24/7 KAS ബാച്ചിന് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഏറ്റവും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീ ആണ് ചാർജ് ചെയ്യുന്നത്. Y617 എന്ന കോഡ് മറക്കരുത്. അത് യൂസ് ചെയ്യുമ്പോൾ വീണ്ടും ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. മാത്രമല്ല ഇനി വരും ദിവസങ്ങളിൽ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും ഈ ഒരു സമയമായിരിക്കും, 10 o'clock ആയിരിക്കും. ഈ സീരീസ് നിങ്ങൾ കാണുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ബേസിക് കോൺസെപ്റ്റ്, പൊളിറ്റിയുമായി റിലേറ്റ് ചെയ്യുന്ന ബേസിക് കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ബേസിക് ഫൗണ്ടേഷൻ ഇതിൽ നേടിയെടുക്കാൻ കഴിയും. മിനിമം 50 ക്വസ്റ്റ്യൻസ് ആണ്. മിനിമം ആണ് പറയുന്നത്, മാക്സിമം ഇനിയിപ്പോൾ 50 ക്വസ്റ്റ്യൻസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു. ഈ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഞാൻ ഈ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി, എക്സാം ക്ലിയർ ചെയ്യാൻ മതി. ഞാൻ ഈച്ച് ആൻഡ് എവറി ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ഇടുന്നത്, അപ്പോൾ തന്നെ തെറ്റത്തില്ല. ഞാൻ പഠിപ്പിക്കുന്ന കാര്യം മാത്രം 100% മതി, വേറെ അതിൻ്റെ അപ്പുറം വേണ്ട. മറ്റു ബുക്കോ ലക്ഷ്മികാന്തോ ഒന്നും വായിക്കട്ടെ. ഞാൻ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരു